ഹായ് ഫ്രണ്ട്സ്, സ്റ്റിച്ചിങ് ഫ്രണ്ട് എന്ന നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ചുരിദാർ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് ലുക്ക് കീപ്പ് ചെയ്യാനായിരിക്കും ആഗ്രഹം. അത് വർക്കിംഗ് വുമൻസ് ഒക്കെ ആകുമ്പോൾ, ഡെയിലി ചുരിദാർ യൂസ് ചെയ്യുന്നവരാകുമ്പോൾ ചിലവ് കുറച്ചിട്ട് ഫ്രഷ് ലുക്ക് കൂടാതെ റീയൂസബിൾ ഐഡിയാസ് അതെല്ലാം കൂടി വരുമ്പോൾ നല്ലതായിരിക്കില്ലേ? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സാധാരണ സ്റ്റിച്ചിങ് വീഡിയോ അല്ല. സാധാരണയായിട്ട് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറുകൾ എടുക്കാറുണ്ട്. കൂടാതെ ചുരിദാർ സെറ്റുകൾ എടുത്തിട്ട് നമ്മുടെ കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചുരിദാർ സെറ്റുകൾ എടുക്കുകയോ റെഡിമെയ്ഡ് ആണെങ്കിലും ടോപ്പ്, ബോട്ടം, ഷോൾ ഇങ്ങനെയായിട്ട് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡെയിലി യൂസ് ചെയ്ത് വരുമ്പോഴേക്കും അതിൻ്റെ ടോപ്പും ബോട്ടവും പെട്ടെന്ന് തന്നെ മോശമായി പോകും. ഷോള് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ അവിടെ ഇരിപ്പുണ്ടാവും. അപ്പോൾ ഈ ഷോള് നമുക്ക് റീയൂസ് ചെയ്യാം. സാധാരണ അധികം ആളുകളും ആ ഷോള് ആ സെറ്റൊക്കെ അത് വരുമ്പോൾ അത് മാറ്റാറാണ് പതിവ്. അപ്പോൾ ഈ ഷോള് നമുക്ക് റീയൂസ് ചെയ്യാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പ്ലെയിൻ ടോപ്പുകൾ എടുക്കുക. നമുക്ക് ബ്ലാക്ക്, ഗ്രീൻ, യെല്ലോ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളർ കുറച്ച് പ്ലെയിൻ ടോപ്പുകൾ എടുക്കുക. ആ ടോപ്പുകളിൽ അതേ മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ സെയിം ഷെയ്ഡ് വെച്ചിട്ട് നെക്ക് പാറ്റേൺ ചെയ്യുക. സാധാരണ നമ്മൾ ബോട്ടം പീസ് വെച്ചിട്ടായിരിക്കും നെക്ക് പാറ്റേൺസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബോട്ടത്തിന് ഒരു കംപ്ലൈൻറ്റ് പറ്റിയാലോ ഒക്കെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് മാച്ചിങ് കളർ കിട്ടിയില്ല എന്ന് വരും. അപ്പോൾ പ്ലെയിൻ ടോപ്പുകളാവുമ്പോൾ നമുക്കതിന് ഏത് ബോട്ടോ ഏത് ഷോളും ഉപയോഗിക്കാം. ഈ പ്ലെയിൻ ടോപ്പും അതേ സെയിം കളർ ബോട്ടവും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ മാറ്റി വെച്ചിരിക്കുന്ന ഷോളുകൾ, ഡിസൈനുള്ള ഷോളുകളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ ഷോളുകളൊക്കെ ഉപയോഗിക്കാം. ബോട്ടോ ടോപ്പും സെയിം കളർ ആവുമ്പോൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റില്ല. അതിലൊരു കോൺട്രാസ്റ്റ് ഷോൾ ഉപയോഗിച്ചാൽ നല്ല ലുക്കായിരിക്കും. ഇതുപോലെയുള്ള ഈ പ്ലെയിൻ ടോപ്പുകളിൽ ചെയ്യുന്ന നെക്ക് പാറ്റേൺസ് ഞാൻ കുറച്ച് ഈ ചാനലിൽ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നെക്ക് പാറ്റേൺസ് ആയിട്ട്. ഇനിയും അതുപോലെയുള്ള നെക്ക് പാറ്റേൺസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ ഈ പ്ലെയിൻ ടോപ്പിന് ബോട്ടം, ഷോള് അത് രണ്ടും സെയിം കളറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു ഗ്രീൻ ടോപ്പിനാണെങ്കിൽ വയലറ്റ് കളറ് നല്ല ഭംഗിയായിരിക്കും. ബ്ലാക്കിനാണെങ്കിൽ ഏത് കളറും ഭംഗിയായിരിക്കും. ആ സെയിം ബോട്ടോ സെയിം ഷോളും ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് മൾട്ടി ഷെയ്ഡ് ഷോളുകളൊക്കെ കിട്ടാറുണ്ട്. ചില സെറ്റ് നമ്മൾ എടുക്കുന്നത് തന്നെ അതിൻ്റെ ആ ഷോളിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കും. ആ ഷോളൊക്കെ അത് കളയാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഇതുപോലെയുള്ള ടോപ്പുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് മൾട്ടി ഷെയ്ഡ് ഷോളാണെങ്കിൽ ആ ഒരു ഷോള് ഒത്തിരി ചുരിദാറിൻ്റെ ടോപ്പുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ എപ്പോഴും ഒരു ഗ്രീൻ ടോപ്പിനാണെങ്കിൽ അതിന് വയലറ്റ് ബോട്ടോ വയലറ്റ് ഷോളും മാത്രമല്ല ഉപയോഗിക്കേണ്ടത്. ആ ഗ്രീൻ ടോപ്പിന് അതിന് മാച്ചിങ് ആയിട്ടുള്ള ഓറഞ്ച് ചേരും, വയലറ്റ് മജന്ത ചേരും, യെല്ലോ ചേരും. അതുപോലെയുള്ള കളറുകളെല്ലാം മാറി മാറി ഉപയോഗിക്കുമ്പോൾ ആ ഒരു ടോപ്പ് നമ്മൾ എപ്പോൾ ഇട്ടാലും ആ ഒരു ഗ്രീൻ ടോപ്പാണെങ്കിൽ, ഗ്രീൻ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ കളറ്, ഞാനിപ്പോൾ ഗ്രീൻ പറയുന്നു എന്ന് മാത്രം, ആ ഒരു ടോപ്പ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്ന് വയലറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് മജന്തയുടെ കൂടെ ഉപയോഗിക്കുന്നു, പിന്നീട് കുറേ നാൾ കഴിഞ്ഞ് മഞ്ഞയുടെ കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒക്കെ ഒരു ഫ്രഷ് ലുക്കായിരിക്കും. നമ്മൾ അന്നിട്ട ആ ഒരു ടോപ്പാണെന്ന് നമ്മൾ സ്ഥിരം കാണുന്ന ഒരാൾക്ക് പോലും മനസ്സിലാവില്ല. അതായത് ചിലരുടെ ഡ്രസ്സിങ് നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് നമ്മൾ എടുക്കും. ചില ആളുകൾ സാരി ആണെങ്കിലും ചുരിദാർ ആണെങ്കിലും അവർ ഇട്ട് പോയാൽ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പം നമ്മളത് മനസ്സിലേക്ക് അങ്ങ് എടുക്കും. നമ്മുടെ മനസ്സിൽ പതിയും ആ ഡ്രസ്സ്. പക്ഷെ നമ്മൾ ഇതുപോലെ ബോട്ടോ ഷോളും മിക്സ് ചെയ്ത് മാറി മാറി ഇടുമ്പോൾ എപ്പോഴും കാണുന്നവർക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. മനസ്സിലായോ? അപ്പം അങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. പിന്നെ നെക്ക് പാറ്റേൺസും ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്താൽ തുടർന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താല്പര്യമുള്ള വീഡിയോസ് നമുക്ക് കാണാമല്ലോ. എന്തായാലും ഫാഷൻ റിലേറ്റഡ് ആണ്, സ്റ്റിച്ചിങ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ.
ഒരു ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. ഓരോരുത്തർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ട്രെൻഡി ഫാഷൻ്റെ പുറകെ പോകാതിരിക്കുക, ഞാനതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു ഫാഷൻ അത് നമ്മുടെ ശരീരപ്രകൃതിക്ക് ചേരുന്നതാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ പലരും സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ആ ഒരു ഫാഷൻ ചിലപ്പോൾ 2-3 മാസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 8-9 മാസം മാത്രമേ ആ ഒരു ഫാഷൻ നിലനിന്ന് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ബാധിക്കും. കാരണം നമ്മുടെ ശരീരപ്രകൃതിക്ക് ചേരുന്നതാണോ ഇല്ലയോ എന്നുള്ളതല്ല, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുമ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തിന് നല്ലതാണ്. എങ്കിൽ പോലും പിന്നീട് നമുക്ക് വേറൊരു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫാഷൻ മാറിപ്പോകുന്നതാണ്. അപ്പം നമുക്ക് തുടർന്ന് ഉള്ള പരിപാടികൾക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വേണ്ട ഡെയിലി യൂസിനാണെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാനാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഓരോരുത്തരും അവരവർക്ക് വേണ്ടി വസ്ത്രം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ശരീരപ്രകൃതി മനസ്സിലാക്കി വേണം നമ്മൾ വസ്ത്രം തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് തടിച്ച ശരീരമുള്ളവരുണ്ടാവും, തീരെ സ്ലിം ആയിട്ടുള്ളവരുണ്ടാവും, നല്ല ബോഡി ഷേപ്പ് ഉള്ളവരുണ്ടാവും. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ പോരായ്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കി അത് മറയ്ക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം നമുക്ക് മറ്റുള്ളവരുടെ കാണുന്നവർക്കും ഒരു സന്തോഷമായിരിക്കും. നമുക്ക് ഒരു വൃത്തികേടൊന്നും തോന്നാത്ത രീതിയിൽ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ എത്തിപ്പെടാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. മേക്കപ്പ് പോലെ തന്നെ ഒരു മാജിക്കാണ് സ്റ്റിച്ചിങ്ങും. നമ്മുടെ പോരായ്മകൾ ഒഴിവാക്കാനും അതുപോലെ നമ്മുടെ ആ ഒരു ആകർഷകമായ ഘടകങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും ഒക്കെ സ്റ്റിച്ചിങ്ങിൽ സാധിക്കും. തീരെ സ്ലിം ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് അതായത് സ്ലീവ് കൈ ആയിരിക്കും തീരെ സ്ലിം ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ മുഖത്തിൻ്റെ ഒരു ഷേപ്പും അതായത് റൗണ്ട് ഉണ്ടാവും, അങ്ങനെ പല ഷേപ്പ് ഉണ്ടല്ലോ. അപ്പം അതനുസരിച്ചിട്ടുള്ള നെക്കും സ്ലീവും തിരഞ്ഞെടുത്താൽ നമുക്ക് ആ ഒരു ചെറിയ അപാകത മറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തടിച്ച ശരീരമുള്ളവരുണ്ടാകും. ചിലർക്ക് ആ തടിച്ച ശരീരമുള്ളവരാണെങ്കിലും സ്ലീവ് ഇറക്കം കൂടിയ സ്ലീവ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെയുള്ളവർക്ക് ലൈനായിട്ടുള്ള തുണികൾ നല്ലതായിരിക്കും. ചെക്ക് തുണി എടുത്താൽ കൂടുതൽ വണ്ണം തോന്നിക്കും. വലിയ പൂക്കളോ വലിയ ഡിസൈനോ ഉള്ളതൊക്കെ വണ്ണം കൂടുതൽ തോന്നിക്കും. അതുപോലെ സ്ലീവ് ഇറക്കം കൂട്ടി തയ്ക്കുകയാണെങ്കിൽ ആ കൈയുടെ ഈ ഒരു ഭാഗത്തുള്ള ആ വണ്ണം പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് വയറ് കൂടുതലുള്ളവരുണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിന് ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വയറ് കൂടുതൽ ആളുകൾക്കും അറിയാൻ പറ്റും. അപ്പം അതിന് ഫ്രണ്ട് ഭാഗം അല്പം ലൂസ് ഇട്ടിട്ട് ബാക്കിൽ ടക്കിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ബോഡി ഷേപ്പിൻ്റെ ഷോൾഡർ മുതൽ താഴത്തോട്ട് വരുമ്പോൾ ബട്ടക്സിൻ്റെ ഭാഗത്ത് ഏറ്റവും വിടർച്ചയുള്ള ഭാഗത്ത് സ്ലിറ്റ് നിർത്തുക. ആ സ്ലിറ്റ് മുകളിലേക്ക് കയറിപ്പോയാലും താഴേക്ക് ഇറങ്ങിപ്പോയാലും ഒരു അപാകത തന്നെയാണ്. അപ്പോൾ ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്ലിറ്റിൻ്റെ പോയിന്റ്, സ്ലിറ്റഡ് ചുരിദാറാണെങ്കിൽ സ്ലിറ്റിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ ബാക്കിൽ ടക്കിട്ട് കൊടുത്താൽ നമുക്ക് ബാക്ക് നല്ല ബോഡി ഷേപ്പ് ഉള്ളവരുണ്ടാവും. അപ്പോൾ ആ ബാക്കിൽ ടക്കിട്ട് കൊടുത്താൽ അത് ഹൈലൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരിദാർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബാക്കിൽ സിബ് അത് വേണോ വേണ്ടയോ എന്ന് പല ചർച്ചകളും നടക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നല്ല വണ്ണമുള്ളവർക്കാണെങ്കിൽ ഈ സിബ് വളരെ സഹായമാണ്. കാരണം അത് ചുരിദാർ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ സിബ് അഴിച്ചിട്ട് നമുക്കത് ഇട്ട് സിബ് ഇടുകയാണെങ്കിൽ നല്ല ഷേപ്പിന് തന്നെ നമുക്ക് നമ്മുടെ ചുരിദാർ കിട്ടും കേട്ടോ. അപ്പോൾ കൂടുതൽ പ്രായമായവരാകുമ്പോൾ എനിക്ക് സിബ് വേണ്ട, ലൂസായിട്ട് ഡ്രസ്സ് വേണം എന്നുള്ളവർക്ക് സിബിൻ്റെ ആവശ്യമില്ല. കറക്റ്റ് ബോഡി ഷേപ്പിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സിബ് വെക്കുകയാണെങ്കിൽ സിബ് വെച്ചിട്ട് അത് സിബ് അഴിക്കാതെ തന്നെ ചുരിദാർ ഇറക്കിയല്ല വേണ്ടത്. സിബ് അഴിച്ചിട്ട് ചുരിദാർ ഇട്ടിട്ട് ആ സിബ് ഇടുമ്പോഴാണ് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നത്. ചിലർ ഒരലങ്കാരത്തിന് വേണ്ടിയിട്ട് സിബ് വയ്ക്കുന്നവരുണ്ട്. കാരണം എനിക്ക് സ്റ്റിച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ.
അപ്പോൾ എന്നോട് സംസാരിക്കുമ്പോൾ പലരും സിബ് വെച്ച ഒരു ഭംഗിയല്ലേ, ചിലർക്ക് സിബ് ഒരു അഭംഗിയായിട്ട് തോന്നാറുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യമുള്ളവർ അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു അഭംഗി ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇടാനും ഉള്ള ഒരു സൗകര്യത്തിനാണ് നമ്മൾ ഈ സിബ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നെക്ക്, വൈഡ് നെക്ക്, ബോട്ട് നെക്ക്, അതുപോലെ നെക്കിന് പല ഷേപ്പുകളും ഉണ്ട്. പലരുടെയും മുഖത്തിൻ്റെ ഒരു ഷേപ്പിനനുസരിച്ച് അല്ലെങ്കിൽ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് ഈ നെക്ക് പലർക്കും വ്യത്യാസം വരും. ബോട്ട് നെക്ക് ഒത്തിരി ആളുകൾക്ക് ബോട്ട് നെക്ക് കോമൺ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബോട്ട് നെക്ക്. അതുപോലെ റൗണ്ട് നെക്കും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതും നമ്മുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച്, നമ്മുടെ മുഖത്തിന് ഈ താടി ഭാഗം ഒരു ചതുരാകൃതിയിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അതനുസരിച്ച് നെക്ക് അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഓരോന്നും പരീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു ബോട്ട് നെക്കാണ്, സ്ഥിരമായി ബോട്ട് നെക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നമ്മുടെ മുഖത്തിന് അത് ഭംഗിയാണെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ. നമുക്ക് ഭംഗിയായിട്ടാണല്ലോ നടക്കേണ്ടത്. അപ്പം അതുപോലെ നമ്മുടെ ശരീരത്തിന് ഇണങ്ങുന്ന, നമ്മുടെ ഫേസിന് ഇണങ്ങുന്ന രീതിയിലുള്ള നെക്ക് ചെയ്യാൻ ശ്രമിക്കുക. വസ്ത്രധാരണം വൃത്തിയുള്ളതായിരിക്കണം, ഭംഗിയുള്ളതായിരിക്കണം, ആകർഷകമായിരിക്കണം. ഒരിക്കലും ആഭാസകരമാകരുത്. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിച്ചാലും വിയോജിച്ചാലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ കളർ കോമ്പിനേഷൻസിനെ കുറിച്ച്, പ്ലെയിൻ ചുരിദാറിന് ചേരുന്ന കളർ കോമ്പിനേഷൻസിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബൈ.